കോളിംഗ് ബെൽ നിർത്താതെ അടിക്കുന്നത് കേട്ടാണ് പാർവതി എഴുന്നേറ്റത്. ഉച്ചഭക്ഷണത്തിനു ശേഷം ഒരു ബുക്കും വായിച്ച് ഒന്നുറങ്ങിപ്പോയി. അഴിഞ്ഞുകിടന്ന മുടി ഒന്ന് വാരിക്കെട്ടി പാർവതി വാതിൽ തുറന്നു. 10-17 വയസ്സുള്ള ഒരാൺകുട്ടി, ഓമനത്തുള്ള മുഖം. ആൻറ്റി, ഞാൻ അടുത്ത വീട്ടിൽ താമസിക്കുന്നു. ഇവിടെ പ്രിൻ്റർ ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് 2-3 പേപ്പേഴ്സ് പ്രിൻ്റ് എടുക്കണമായിരുന്നു. ഉണ്ടല്ലോ, കുട്ടി വരൂ. അവനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു. നവീൻ പിന്തിരിഞ്ഞു. മതിലിനപ്പുറം ഒളിച്ചു നിൽക്കുന്ന കൂട്ടുകാരെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. കുട്ടിയുടെ പേരെന്താ? പാർവതി അന്വേഷിച്ചു. നവീൻ, അവൻ പറഞ്ഞു. ഞാനിവിടെ വിദ്യാനികേതനിൽ പഠിക്കുന്നു. ഓ, അത് ശരി. കുട്ടിയിരിക്കൂ. ഞാനിവിടെ പുതിയ താമസക്കാരിയാ. ആരെയും അത്ര പരിചയമില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം? അവർ അകത്തേക്ക് പോയി. അടുത്ത വീട്ടിൽ പുതിയ താമസക്കാരി വന്നത് കിഷോർ പറഞ്ഞാണ് നവീൻ അറിഞ്ഞത്. ഒരു 40 വയസ്സ് കാണും, പക്ഷെ കണ്ടാൽ ഒട്ടും തോന്നില്ല. സുന്ദരി, ഒറ്റയ്ക്ക് താമസം. ഇടയിൽ എപ്പോഴോ വീട്ടുപണിക്കൊരു പെണ്ണ് വന്നു പോകുന്നുണ്ട്. ഒന്നു മുട്ടി നോക്കടാ എന്നവൻ പറഞ്ഞപ്പോൾ ഇത്രയും സുന്ദരിയാണെന്ന് പ്രതീക്ഷിച്ചില്ല. നവീൻ ഓർത്തു. അപ്പോഴേക്കും പാർവതി ഒരു ഗ്ലാസ്സിൽ നാരങ്ങാ വെള്ളവുമായി എത്തി. കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവർ അന്വേഷിച്ചു. അച്ഛൻ സ്റ്റേറ്റ് ബാങ്കിൽ ജോലിയാണ്, അവൻ പറഞ്ഞു. അമ്മയോ? നവീൻ ഒരു നിമിഷം മൂകനായി. അമ്മ മരിച്ചുപോയി. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ. ഓ സോറി. കുട്ടിക്ക് പ്രിൻ്റ് എടുക്കണ്ടേ? വരൂ. വിഷയം മാറ്റാനായി അവർ അവനെ അകത്തേക്ക് കൊണ്ടുപോയി. ഓഫീസ് റൂം പോലെ തോന്നിച്ചിരുന്ന ഒരു ചെറിയ റൂമായിരുന്നു അത്. എന്തോ 2 പേപ്പർ പ്രിൻ്റ് എടുത്ത് അവൻ തിരിഞ്ഞപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന പാർവതിയെ കണ്ട് നവീൻ ഒന്ന് ലജ്ജിച്ചു. ആൻറ്റി, ഞാൻ പോകട്ടെ? ഇനി ആവശ്യമുണ്ടെങ്കിൽ വരാട്ടോ, അവൻ പറഞ്ഞു. ആയിക്കോട്ടെ. മിണ്ടിയും പറഞ്ഞൊരിക്കാൻ ഒരാളായല്ലോ, അവർ മറുപടി കൊടുത്തു. അവിടെ നിന്നും ഇറങ്ങി വരുന്ന നവീനെ കൂട്ടുകാർ പൊതിഞ്ഞു. പാർവതിയെ പരിചയപ്പെട്ടത് പൊടിപ്പും തൊങ്ങലും വെച്ച് പറയാൻ അവന് നല്ല ഉത്സാഹമായിരുന്നു. ഇനി നീ ഇടയ്ക്കിടെ അവിടെ ചെല്ലണം, അവരുമായി കൂടുതൽ അടുക്കണം. വേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ ഞങ്ങൾ തരാം. കൂട്ടുകാരിൽ ഒരാളായ വരുൺ അത് പറഞ്ഞപ്പോൾ മറ്റുള്ളവരും ശരിവെച്ചു. പിന്നീട് ഇടയ്ക്കിടെ നവീൻ അവിടെ പോയി തുടങ്ങി. പാർവതിയാകട്ടെ സംസാരിക്കാൻ ഒരു കൂട്ട് കിട്ടിയ പോലെ വാചാലയായി. അവൻ്റെ പഠിത്തം, ഹോബി എല്ലാം അവർ ചോദിച്ചറിഞ്ഞു. പഠിത്തത്തോട് താല്പര്യം കുറവായ നവീൻ അത്തരം സബ്ജക്റ്റ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വിഷയം മാറ്റാൻ ശ്രദ്ധിച്ചിരുന്നു. 2 പേരും തമ്മിലുള്ള സൗഹൃദം അത്രയും എത്തിയപ്പോഴാണ് കൂട്ടുകാർ പുതിയ ഒരാവശ്യം അവനു മുൻപിൽ വെച്ചത്. അത് കേട്ടപ്പോൾ നവീൻ കുറച്ചൊന്നും ഞെട്ടി. മറ്റൊന്നുമല്ല, നവീൻ എന്തായാലും ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിനാൽ അവരുടെ ബാത്റൂമിൽ കയറി ഒരു ചെറിയ ക്യാമറ വെക്കണം, അത്രമാത്രം. ആദ്യം അവൻ സമ്മതിച്ചില്ല. പിന്നെയും നിർബന്ധം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ അവനതേറ്റു. ഇനി ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ഞായറാഴ്ച പാർവതി ഉച്ചയ്ക്ക് തന്നെ സദ്യക്ക് ക്ഷണിച്ചത് അവൻ ഓർത്തത്. ഇത് തന്നെ പറ്റിയ തക്കം. ഞായറാഴ്ചയാകാൻ നോക്കിയിരുന്നു. ഏകദേശം ഉച്ചയായപ്പോൾ കുളിച്ച് സുന്ദരനായി നേരെ അവിടേക്ക് പുറപ്പെട്ടു. ഏറ്റെടുത്ത കൃത്യം ഭംഗിയായി ചെയ്യാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയായിരുന്നു മനസ്സിൽ. നീല നിറത്തിലുള്ള ഷർട്ട് നവീന് നന്നായി ഇണങ്ങുന്നുവെന്ന് പാർവതി പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ അവർ ക്ഷണിച്ചപ്പോൾ ഇതാണ് പറ്റിയ തക്കം എന്നവൻ വിചാരിച്ച് അവരുടെ കിടപ്പുമുറിയുടെ ബാത്റൂമിൽ കയറി. മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് വെച്ചു. ശേഷം ഒന്നും അറിയാത്ത പോലെ വന്ന് സോഫയിൽ ഇരുപ്പുറപ്പിച്ചു. അപ്പോഴേക്കും പാർവതി വന്ന് പറഞ്ഞു, ഭക്ഷണമെല്ലാം റെഡിയായി. ഇന്നെന്താ പ്രത്യേകത എന്ന് നവീൻ ചോദിച്ചില്ലല്ലോ. അപ്പോഴാണ് അവനത് ഓർത്തത്. വെപ്രാളത്തിനിടയ്ക്ക് മറന്നുപോയി. സോറി ആൻറ്റി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ആരാഞ്ഞു. പറയാം, വരൂ. പാർവതി അവൻ്റെ കൈ പിടിച്ച് അവരുടെ കിടപ്പുമുറിയിലേക്ക് പോയി. നവീൻ്റെ ഹൃദയമിടിപ്പ് കൂടുകയായിരുന്നു. അവനോട് കട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് അവർ അലമാരയിൽ നിന്ന് ഒരാൽബം എടുത്ത് തുറന്നു. നവീന് എൻ്റെ കുടുംബത്തെ കാണണ്ടേ എന്ന മുഖവുരയോടെ ആൽബം മറിച്ചു. ആദ്യ പേജിൽ തന്നെ ഒരു കുടുംബ ഫോട്ടോ ആയിരുന്നു. പാർവതിയും മറ്റൊരാളും 7-8 വയസ്സുള്ള ഒരാൺകുട്ടിയും. കുട്ടിക്ക് പാർവതിയുടെ ഛായ ഉണ്ടല്ലോ എന്ന് ഒറ്റ നോട്ടത്തിൽ അവന് തോന്നി. അടുത്ത പേജ് മറിച്ചപ്പോൾ ആ കുട്ടിയുടെ മുതിർന്ന ഒരു ഫോട്ടോ. 10-18 വയസ്സ് കാണും. ഇതാരാ ആൻറ്റി? ആകാംക്ഷയോടെ അവൻ തിരക്കി. എൻ്റെ മോൻ. അവരുടെ കുടുംബത്തെക്കുറിച്ച് സത്യത്തിൽ അവനൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ എവിടെയാണ്? മോൻ എന്നെ വിട്ടു പോയിട്ട് 2 വർഷമായി. അവർ ഒന്ന് കിതച്ചു. അവനൊന്നും മനസ്സിലായില്ല. എങ്ങനെ? എപ്പോൾ? അവൻ തിരക്കി. പറയാം, അവർ തുടർന്നു. എൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിട്ട് 10 വർഷമായി. ഞാനും മകനും മാത്രമായിരുന്നു താമസം. അച്ഛനില്ലാത്ത ദുഃഖം അറിയിക്കാതെയാണ് ഞാൻ അവനെ വളർത്തിയത്. 2 വർഷം മുമ്പ് പത്രത്തിലൊരു വാർത്ത വന്നിരുന്നത് നവീൻ ഓർമ്മയുണ്ടോ? കിടപ്പുമുറിയിൽ അമ്മയുടെ നഗ്ന ദൃശ്യം പകർത്താൻ ഒളിക്യാമറ വെച്ചതിന് മകൻ പിടിയിലെന്ന വാർത്ത. നവീൻ വീണ്ടും ഞെട്ടി. അവനിൽ ഒരു വിറയൽ പടർന്നു. അവൻ തുടർന്നു.
ഞാൻ അവനെ ഒരുപാട് ലാളിച്ചു. അവൻ്റെ പല കുരുത്തക്കേടുകളും കണ്ടില്ലെന്ന് നടിച്ചു. അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ലെന്ന് പലരും പറഞ്ഞെങ്കിലും ഞാനതൊന്നും അത്ര കാര്യമാക്കിയില്ല. ഒടുവിലെന്തോ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവനത് ചെയ്തപ്പോൾ അവിചാരിതമായി ഞാനത് കണ്ടുപിടിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തപ്പോൾ അവനെന്നെ കുറേ വിലക്കി പറയാതിരിക്കാൻ. അപ്പോഴും ഞാനത് അറിഞ്ഞിരുന്നില്ല. ഞാൻ മുലപ്പാലൂട്ടി വളർത്തിയ എൻ്റെ മകനാണ് എന്നോടിത് ചെയ്തതെന്ന്. പറയുന്നതിനിടയിൽ സാരി തലപ്പ് കൊണ്ട് അവർ കണ്ണീരൊപ്പി. എന്നിട്ട് തുടർന്നു. പോലീസ് വന്ന് ചോദ്യം ചെയ്തപ്പോൾ അവനെല്ലാം ഏറ്റുപറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കാതെ തലയും കുമ്പിട്ട് നിന്ന അവൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ തെളിയുന്നുണ്ട്. അവൻ ആത്മഹത്യ ചെയ്യുമ്പോൾ വെറും 18 വയസ്സായിരുന്നു. ഏകദേശം നിന്റെ പ്രായം. നവീൻ, നിന്നെ കാണുമ്പോൾ ഞാൻ എൻ്റെ മകനെ ഓർക്കും. ഇന്നെൻ്റെ മോൻ്റെ പിറന്നാളാണ്. അതുകൊണ്ടാണ് നിന്നെ വിളിച്ച് സദ്യ തരാമെന്ന് കരുതിയത്. നീ കൂടെയുള്ളപ്പോൾ എനിക്കെൻ്റെ മകനൊപ്പം ഉള്ളതുപോലെ തോന്നുന്നു. ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ട നീ, അച്ഛൻ കഷ്ടപ്പെട്ട് വളർത്തുന്ന കുട്ടി. കുഞ്ഞേ, ഈ പ്രായത്തിൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മളെ നന്നാക്കാനും ചതിയിൽ വീഴ്ത്താനും അവർ മതി. മോൻ നല്ല കുട്ടിയാണ്. മോൻ ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടില്ലെന്ന് ആൻറ്റിക്ക് ഉറപ്പുണ്ട്. മോന് നല്ലതേ വരൂ. ഇതും പറഞ്ഞ് അവർ ഡൈനിങ് റൂമിലേക്ക് നടന്നപ്പോൾ കൈകാലുകളിൽ ഒരു വിറയൽ പടരുന്നത് നവീൻ അറിഞ്ഞു. വീട്ടിലെ ചില്ലലമാരിയിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന അമ്മയുടെ ചിരിച്ച മുഖം ഓർത്തു. ഇതും ഒരമ്മയല്ലേ? മകൻ നഷ്ടപ്പെട്ട ഒരമ്മ, തന്നെ മകനായി കണ്ട് സർവ്വസ്വാതന്ത്ര്യവും ഈ വീട്ടിൽ നൽകിയ ഒരമ്മ. പകരം താൻ എന്താണ് ചെയ്തത്? കൂട്ടുകാരുടെ കേവല താൽപ്പര്യങ്ങളെ മുഖവിലേക്കെടുത്ത് ഈ അമ്മയോട് എന്താണ് കാട്ടിക്കൂട്ടിയത്? കലങ്ങിയ കണ്ണുകളോടെ അവൻ ബാത്റൂമിലേക്ക് ഓടി. അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന മൊബൈലെടുത്ത് ക്യാമറ ഓഫാക്കി പോക്കറ്റിലിട്ടു. മുഖം ഒരാവർത്തി കൂടി കഴുകി നേരെ ഡൈനിങ് റൂമിലേക്ക് നടന്നു. ആഹാരമെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ കൂടിയിരിക്കൂ, അവൻ പറഞ്ഞു. അമ്മ എന്ന വിളിയിൽ അവരൊന്ന് പകച്ചു. സംശയിക്കണ്ട, ഞാനിനി അമ്മ എന്നേ വിളിക്കൂ. അവൻ അവരെ പിടിച്ച് തൊട്ടടുത്ത കസേരയിൽ നിർത്തി. അമ്മ കഴിക്കൂ എന്ന് പറഞ്ഞ് ആദ്യ ഉരുള അവരുടെ വായിലേക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറയുന്നുണ്ടായിരുന്നു. ഇത്രയും നല്ല ഭക്ഷണം ഇത്രയും സ്വാദോടെ കഴിച്ചിട്ടില്ല എന്ന് നവീൻ ഓർത്തു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നവീൻ മനസ്സിലോർത്തു, തന്നെ നശിപ്പിക്കുന്ന ആ കൂട്ടുകെട്ടുകൾ ഇനി തനിക്ക് വേണ്ട. ദൃഢനിശ്ചയത്തോടെ ഉറച്ച കാൽവെപ്പുകളോടെ അവൻ റോഡിലേക്കിറങ്ങി. നിറഞ്ഞു വരുന്ന മിഴികൾ തുടച്ചുകൊണ്ട് അവനെ യാത്ര അയച്ച പാർവതി ആത്മഗതം പോലെ പറഞ്ഞു, മറ്റൊരു മനുവാകാൻ അവനെ ഞാൻ സമ്മതിക്കില്ല. അവൻ ചെയ്ത കാര്യം താൻ കണ്ടത് അവനോടൊരിക്കലും പറയാനും പാടില്ല. കാരണം നവീൻ തൻ്റെ മകനാണ്, പിറക്കാതെ പോയ തൻ്റെ മകൻ. അവർ കണ്ണു തുടച്ച് വീട്ടിലേക്ക് കയറി. 4 വർഷങ്ങൾക്ക് ശേഷം ബിടെക് എക്സാമിന് 1ാം റാങ്ക് കിട്ടിയ നവീൻ ഗോപിനാഥ് എന്ന ബാനറിന് മുൻപിൽ കാർ നിർത്തി അച്ഛനൊപ്പം നവീൻ പുറത്തിറങ്ങി. ചുറ്റുമെങ്ങും മുഴങ്ങുന്ന കരഘോഷം കണ്ട് നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് ഒരാൾ കാറിൻ്റെ പിൻസീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ ഇറങ്ങൂ. നവീൻ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നു. മഞ്ഞ നിറമുള്ള പട്ടുസാരിയും സീമന്തരേഖയിൽ സിന്ദൂരപ്പൊട്ടും അണിഞ്ഞ് തലയിൽ മുല്ലപ്പൂവും ചൂടി കാറിൽ നിന്ന് അഭിമാനത്തോടെ ഇറങ്ങിയ ആ സ്ത്രീ, അത് പാർവതിയായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.